ചേച്ചി പറഞ്ഞല്ലോ ഇവിടെ എല്ലാരും സ്റ്റാർസ് ആണെന്ന്. ഈ സ്റ്റാർസ് വേറൊരു രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് ആരൊക്കെയാന്ന് എന്തെങ്കിലും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? പിന്നല്ലാതെ ഞാൻ പറയട്ടെ ആരൊക്കെയാണ്. ശരി. 2 ഫിലിം, ഒരെണ്ണം പഠിക്കാതെ വല്ല ഞാനൊരു സോങ് പാടും രജനീകാന്തിന്റെ കൂടെ, അതിലിട്ടിരുന്ന സാരി അതേപോലെ 20-ാം നൂറ്റാണ്ടില് ലാലേട്ടന്റെ കൂടെ പുള്ളിക്കാരന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഞാനൊരു സാരി ഇട്ടിരുന്ന ഏകദേശം ഇതുപോലെ ഇരിക്കും. 2 ഇത്. ഇദ്ദേഹത്തിനെ കണ്ടപ്പോ ഹൈറ്റ് ഇതൊക്കെ കൂടെ കണ്ടപ്പോ ജോസേട്ടനാണെന്ന് തോന്നി. ആ കോസ്റ്റ്യൂം വന്നിട്ട് ഉല്ലാസ പൂത്തിരികൾ. ഞാൻ അന്ന് വെക്കുമ്പോ പൂ ചെറുതായിരുന്നു. 2024 ആയപ്പോ വലുതായി. ചേച്ചി ചെറിയ പൂ നോക്കി കിട്ടിയില്ല, പിന്നെ ഇവന്റെ ചെവിയിലിരുന്ന പൂ എടുത്താണ് വെച്ചത്. അദ്ദേഹം വന്നിട്ട് ലാലേട്ടന്റെ രാജാവിന്റെ മകനിലെ ഫേമസ് ആയിട്ടുള്ള ഷർട്ട് യെല്ലോ ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സ്. ഇദ്ദേഹം ഊരത്തെറിഞ്ച് കിട്ടിയ സോങ് രജനി സാർ. ഈ ഊരിലെ നിർത്തേണ്ട ആളല്ല. ഇത് വന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ. യെസ്. അപ്പൊ അംബിക ചേച്ചിയെ റപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പെർഫോമൻസിൽ നിന്നാണ്, ഒരു ക്രീമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ കേട്ടോ. വൺസ് അഗൈൻ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. നമ്മുടെ അംബിക ചേച്ചിയെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യാണ്. ചേച്ചി പ്ലീസ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. പണ്ടത്തെ ഓർമ്മകളൊക്കെ ചേച്ചിക്ക് അവിടെ ഇരുന്ന് നമ്മുടെ ഹോട്ട് സീറ്റിലിരുന്ന് ഇവർക്ക് ഒരു അവസരം തരട്ടെ. എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിൽ നിന്ന് തന്നെ പറയണം കേട്ടോ. ആദ്യം ഈ ഫ്ലോറിൽ ഇതാ അംബിക ചേച്ചിയോടൊപ്പം ലാലേട്ടൻ. ലാലേട്ടനാണ് അംബിക മേഡത്തിന്റെ സ്ഥലം കാണിക്കാൻ വന്ന കേട്ടോ. ഞാനിപ്പോ സോങ് കണ്ടപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, ആ സോങ്ങില് ഒരു സ്ഥലത്ത് പോലും വിൻസെന്റ് ഗോമസ് സാൻസിയെ തൊട്ടിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇവൻ അതല്ല ആള്. ഇവന്റെ ഉദ്ദേശം അതാണ്. ആക്ച്വലി ഓഡിയൻസിന് ഇഷ്ടമായിരുന്നു അവരൊരു ഡുവറ്റ് പാടണം തൊടണം എന്നൊക്കെ. പിന്നെ വേറൊന്ന്, എന്റെ ആൻസി ചെയിൻ കൊടുത്തപ്പോ ഇങ്ങനെ നോക്കി അത് വാങ്ങിച്ചു. ഈ ചേച്ചി വാങ്ങിച്ച കഴുത്തിലും കിട്ടും. പക്ഷെ അതിന്റെ ഇടയില് മറ്റേ വിൻസെന്റ് ഗോമസ് പെട്ടെന്ന് നസീർ സാറായി കണ്ടോ. നക്ഷത്രം നോക്കൂ, പിന്നെ ആ മൂവ്മെന്റ്സ് ഒക്കെ ഇല്ലേ. ജഡ്ജ് എന്ന് പറഞ്ഞ മായം കലർത്തുന്ന ജഡ്ജ് അല്ല, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ തന്നെ പറയും. ആക്ച്വലി മഞ്ഞ സാരി കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് പഴംപൊരിയാണെന്ന്. അല്ല ഒരു സീനുണ്ടല്ലോ, രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ അച്ഛൻ. ആ സീനിൽ ഞാൻ ഇട്ടിരുന്ന ഒരു യെല്ലോ സാരി ആയിരുന്നു. ആ സീൻ ചെയ്യാൻ പോവാണെന്നാണെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ജിത്തു രാജാവിന്റെ മകൻ സമയത്ത് ലാലേട്ടനുണ്ടായിരുന്ന പോലെ ആ ഷേപ്പിലത്തൊക്കെ ഉണ്ട്. ആ കോസ്റ്റ്യൂമിന് നല്ലൊരു കയ്യടി കൊടുക്കണം. ജിത്തു എന്നാണ് പേര്. പെർഫോമൻസ് കണ്ട ഒരു കുത്തു കൊടുക്കണം.
മരുന്ന് കയറി പിടിച്ചു തുടങ്ങി. ഈ വിൻസെന്റ് ഗോമസിനെ ചതിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇത് കഴിയുമ്പോ നീയും ജീവിച്ചിരിക്കില്ല. അത്രയ്ക്ക് ബോറാക്കുന്നുണ്ട്. എന്നെ കൊല്ലും. ആൻസി, നിനക്ക് വേണ്ടി എൻ്റെ ഈ സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം എൻ്റെ ജീവിതങ്ങളെല്ലാം മാറ്റാൻ ഞാൻ തയ്യാറാണ്. നീ ഓക്കെ ആണെങ്കിൽ, നീ റെഡി ആണെങ്കിൽ എന്നെ പറ്റില്ലെന്ന് മാത്രം പറയരുത്. എൻ്റെ കൂടെ ജീവിക്കണം. ഇത് സിനിമ സീരിയൽ. അത് എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. ഐ എം സോറി. അമ്മച്ചി സീരിയൽ തുടങ്ങി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ ഫ്ലവേഴ്സ് ടിവിയിൽ രാത്രി 9:30 ഇവൻ ഒരു കിഴങ്ങ് മറക്കാതെ കാണുക. ചച്ചി, ഒരു മലയാള സിനിമയെ സീരിയലാക്കിയ ദുഷ്ടന്മാരാണിത്. നല്ലൊരു സിനിമ. ആ സീൻ ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ തയ്യാറെടുപ്പ്, അതൊക്കെ എഫേർട്ടിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഷൂട്ടിങ്ങും അത് ഇതൊക്കെ ഓർമ്മ വരുന്നത്. കാരണം ഇത് ഞാൻ മലയാളവും ചെയ്തു, കന്നഡവും ചെയ്തു, തമിഴും ചെയ്തു. ഓരോ സീൻ കഴിയുമ്പോഴും അതിൽ അഭിനയിക്കുന്ന ഹീറോസ് മലയാളം മാതിരി വന്നിരിക്ക, മലയാളം മാതിരി വന്നിരി, ഇതിന് മറുപടി പറഞ്ഞ് എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു എഫേർട്ടിന്, അറ്റംപ്റ്റിന് നമ്മൾ വലിയൊരു ആണ്. ഇവരുടെ എഫേർട്ടിന് വേറൊരു ഗിഫ്റ്റും കൂടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലേട്ടന്റെ ആ ശബ്ദമാണ്. ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മോനെ? യോ